നമസ്കാരം. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. പത്തനംതിട്ട നഗരസഭാ സെന്ററിൽ മാർക്കറ്റിൽ കഴിഞ്ഞ 2 വർഷത്തിലധികമായി കെട്ടിക്കിടക്കുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്തു. നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന ദ്രുതഗതിയിലുള്ള ഇടപെടലിലൂടെയാണ് വർഷങ്ങളായുള്ള ഈ വലിയ പ്രതിസന്ധിക്ക് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. പത്തനംതിട്ട നഗരത്തെ ശ്വാസം മുട്ടിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് ഇപ്പോൾ താൽക്കാലികമായി ശമനമായിരിക്കുന്നത്. പത്തനംതിട്ട മാർക്കറ്റ്, പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് തരംതിരിക്കാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി കെട്ടിക്കിടന്നിരുന്നത്. മാർക്കറ്റിലെ MCFകളും കടമുറികളിലും പരിസരങ്ങളിലും സംഭരിച്ചിരുന്ന മാലിന്യങ്ങളാണ് നഗരസഭ മുൻകൈയെടുത്ത് പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുന്നത്. ഇതുവരെ 25 ലോഡ് മാലിന്യങ്ങളാണ് നഗരത്തിൽ നിന്നും കയറ്റി അയച്ചത്. ഇതിലൂടെ ഏതാണ്ട് 135 ടണ്ണോളം പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്നും വിജയകരമായി നീക്കം ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിലെ കടമുറികളിൽ നിന്നും സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യുന്ന ജോലി അവസാന ഘട്ടത്തിലാണ്. വരും ദിവസങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സിന്ധു അനിൽ അറിയിച്ചു. പത്തനംതിട്ട നഗരസഭയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഡിസംബറിലാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. ഞങ്ങൾ കയറിയ നാൾ തൊട്ട് ഇന്ന് വരെയും ഈ മുൻ ഭരണസമിതി എടുത്തു വെച്ചിരുന്ന പ്ലാസ്റ്റിക് മാറ്റുക എന്നൊരു ഉത്തരവാദിത്വത്തിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം പ്ലാസ്റ്റിക് 135 ടൺ പ്ലാസ്റ്റിക് ഞങ്ങൾ മാറ്റി. 25 ലോഡ് ആണ് മാറ്റിയത്. പക്ഷെങ്കിൽ 135 ടൺ വേസ്റ്റ് മാറ്റിയിട്ടു അതേപോലെ മാറ്റും തോറും പിന്നെയും ഉള്ളിലോട്ട് കുത്തി നിറച്ച് പത്തനംതിട്ട നഗരസഭയിലെ മാർക്കറ്റിലെ പഴയ ബിൽഡിങ്ങുകൾ മൊത്തവും പ്ലാസ്റ്റിക് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ MCF നഗര മാർക്കറ്റിൻ്റെ അകത്തൊരു MCF വെച്ചിരുന്നു. അത് നിറഞ്ഞ് അതിൻ്റെ ബാക്ക് പ്രദേശങ്ങളിലും എല്ലാം പ്ലാസ്റ്റിക് നിറഞ്ഞ് കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാസ്റ്റിക്കുകൾ 135 ടൺ പ്ലാസ്റ്റിക് മാറ്റിയിട്ട് പോലും പിന്നെയും പ്ലാസ്റ്റിക് കുമിഞ്ഞു കിടക്കുകയാണ്. മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് എടുക്കുന്നവരെ വിളിച്ചപ്പോൾ അവർക്ക് മുൻ ഭരണസമിതി പൈസ കൊടുക്കാനുണ്ടായിരുന്നു. നമ്മളെ പൈസ കൊടുത്ത് അവരെ പിന്നെയും വിളിച്ചിത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പത്തനംതിട്ട നഗരസഭയിലെ പ്ലാസ്റ്റിക് ഹരിതകർമ്മസേന എടുത്തുകൊണ്ടിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അവസ്ഥ. നമുക്കറിയാം, പത്തനംതിട്ട നഗരസഭയിലെ പ്ലാസ്റ്റിക് കുഞ്ഞുകൂടി കിടക്കുന്നു. ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല, നോക്കിയിരിക്കുന്നു എന്ന പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം ഇങ്ങനെ നിലവിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേങ്കിൽ ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഇവിടുത്തെ മുൻ ഭരണസമിതി കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം പത്തനംതിട്ട നഗരസഭയുടെ മാർക്കറ്റുള്ള എല്ലാ മുറിക്കകത്തും നിറച്ച് വെച്ചിരിക്കുക. അതോടൊപ്പം അതിന് മേളിൽ ഒരു MCF സ്ഥാപിച്ചിട്ട് അതും നിറച്ച്, അതുകൂടാതെ ആ മാർക്കറ്റിൻ്റെ ഭാഗത്തോട്ടെല്ലാം നിറച്ച് വെച്ചു. അതുകൂടാതെ ഫിഷ് മാർക്കറ്റിന് വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ 3 റൂമിൻ്റെ അകത്ത് കൂടി പ്ലാസ്റ്റിക് നിറച്ച് വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ കയറിയ സമയത്ത് കണ്ടിരുന്നത്. അതിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതിനൊരു അവസാനം കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലോട്ടാണ് മുനിസിപ്പാലിറ്റി ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. പ്ലാസ്റ്റിക്കുകൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ നഗരസഭയിൽ വെക്കുന്ന സ്ഥലങ്ങൾ മൊത്തം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് എടുത്തുകൊണ്ട് വന്നാലും വെക്കാൻ ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥയിലോട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും ഞങ്ങൾ അത് എടുത്തുകൊണ്ട് വന്ന് ഈ മാറ്റിയതിനനുസരിച്ച് ഈ സാധനങ്ങൾ അകത്ത് കയറ്റുന്നു. എല്ലാ വാർഡുകളിലും ഈ ഒരു MCF വെച്ചുകൊണ്ട് പ്ലാസ്റ്റിക് എടുക്കുന്നത് ആ MCFൻ്റെ അകത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം നനയാതെ ഓരോ വാർഡിലും MCF വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ആ MCFൽ വെച്ചുകൊണ്ട് തന്നെ പിന്നെ പതുക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ താൽക്കാലികമായി മാലിന്യം മാറ്റിയത് കൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നും വരും ദിവസങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാനുള്ള സ്ഥിര സംവിധാനം നഗരസഭ ഒരുക്കണമെന്നാണ് പത്തനംതിട്ടക്കാരുടെ ആവശ്യം. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.